നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 വർഷമായി ഉത്തരം കിട്ടാത്ത ജസ്നയുടെ തിരോധാനത്തിൽ CBIക്കും കണ്ടെത്താനാകാത്തത് ജസ്നയുടെ പിതാവ് ജെയിംസ് നടത്തിയതായാണ് അദ്ദേഹം പറയുന്നത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാൻ കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ് CBI. 2021 ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടത്. 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും കാര്യമായ വിവരം കിട്ടിയില്ല. ജസ്നയുടെ പിതാവ് ജെയിംസ് തന്റെ മകൾ ജീവിച്ചിരിപ്പില്ലെന്നും പ്രതിയെന്നും സംശയമുള്ള അജ്ഞാത സുഹൃത്തിന്റെ ചിത്രങ്ങളടക്കം ഡിജിറ്റൽ തെളിവുകൾ നൽകാമെന്നും കോടതി അറിയിച്ചതോടെയാണ് കേസ് നിർണായക വഴിത്തിരിവിലായത്. കേസ് അവസാനിപ്പിക്കാൻ CBI ശ്രമിച്ചപ്പോഴാണ് തന്റെ മകളെ ദുരുപയോഗം ചെയ്ത അജ്ഞാതനായ സുഹൃത്തിനെ കുറിച്ച് പിതാവ് വെളിപ്പെടുത്തിയത്. ജസ്നയുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ചിരുന്ന അജ്ഞാത സുഹൃത്തിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ജെയിംസ് കോടതിയെ അറിയിക്കുകയായിരുന്നു. അന്വേഷണത്തിലെ ചെറിയ വീഴ്ച പോലും വലിയ പിശകിൽ കലാശിച്ചേക്കാം. CBI തന്റെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞാൽ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന് ഭയപ്പെടുന്നു. CBI രഹസ്യമായി അന്വേഷിച്ച സുഹൃത്തിന്റെ ചിത്രങ്ങളടക്കം തെളിവ് നൽകാമെന്നാണ് ജെയിംസ് കോടതി നൽകിയ ഹർജിയിൽ പറയുന്നത്. അജ്ഞാത സുഹൃത്തിന്റെ പങ്ക് CBI അന്വേഷിച്ചിട്ടില്ലെന്നാണ് പിതാവിന്റെ ആരോപണം. പുളിങ്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിലാണ് ജസ്നയെ കാണാതാകുന്നത്. ഈ മേഖലയിൽ CBI അന്വേഷണം നടത്തിയിട്ടില്ല. ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ഉപദ്രവിക്കപ്പെട്ടിരിക്കാം. പതിവില്ലാതെ ആർത്തവ സമയത്ത് ജസ്നയ്ക്ക് അന്തരക്തസ്രാവം ഉണ്ടായിരുന്നതായി ഏക സഹോദരി മൊഴി നൽകിയിട്ടുണ്ട്. രക്തം പുരണ്ട തുണി തിരുവല്ലം DYSP അന്വേഷണത്തിനായി ശേഖരിച്ചിരുന്നു. എന്നാൽ ഇത് രാസപരിശോധനയ്ക്ക് അയച്ചില്ല. രാസപരിശോധനയിലൂടെ മാത്രമേ ഏതെങ്കിലും മരുന്ന് കഴിച്ചതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആന്തരിക രക്തസ്രാവം കാരണമാണോ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായെന്ന് കണ്ടെത്താനാവും. അമിത രക്തസ്രാവത്തിൽ ഭയന്ന ജസ്ന ഈ വിവരം കാരണക്കാരനായ അജ്ഞാത സുഹൃത്തിനെ അറിയിക്കാൻ വീട് വിട്ട് ഇറങ്ങിയതാവാമെന്നാണ് പിതാവിന്റെ സംശയം. ഇതേക്കുറിച്ച് CBI അന്വേഷിച്ചിട്ടില്ല. കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിലെ 5 കുട്ടികളുമായാണ് ജസ്നയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത്. ഇവരിലേക്ക് അന്വേഷണം എത്തിയിരുന്നതിനാൽ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുമായിരുന്നു. മാത്രമല്ല, ജസ്ന കോളേജിന് പുറത്തു പോയത് NSS ക്യാമ്പിനാണ്. ഈ ക്യാമ്പിന്റെ വിവരങ്ങളും CBI അന്വേഷിച്ചിട്ടില്ല. ജസ്നയെ കാണാതായ അന്ന് വൈകിട്ട് 6 മണിക്കും പിറ്റേന്ന് രാവിലെ ജസ്നയ്ക്ക് ഫോണിൽ വിളിച്ച സുഹൃത്തിലേക്കും അന്വേഷണം എത്തിയില്ല. ജസ്നയെ കാണാതായതിന്റെ തലേദിവസമുണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിച്ചില്ല. മാസം മുറയാണോ ഗർഭകാലത്ത് ഉണ്ടാകാനിടയുള്ള അമിത രക്തസ്രാവമാണോ എന്ന് CBI അന്വേഷിച്ചിട്ടില്ല എന്നാണ് പിതാവ് സംശയിക്കുന്നത്. അജ്ഞാതനായ ആൺ സുഹൃത്തിനെ കുറിച്ചോ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവത്തെ സംബന്ധിച്ചോ 3 ദിവസം ചോദ്യം ചെയ്തപ്പോഴും പിതാവ് വെളിപ്പെടുത്തിയിരുന്നില്ല. ജസ്നയുടെ ബന്ധുക്കളും ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ടില്ല. ജസ്നയ്ക്കൊപ്പം ഹോസ്റ്റൽ മുറിയിലുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. അധ്യാപകരുമായി ജസ്ന അടുത്ത ബന്ധം പുലർത്തിയിരുന്നില്ല. സുഹൃത്തുക്കളുമൊത്ത് കോളേജിലും പുറത്ത് ജസ്ന പങ്കെടുത്ത NSS ക്യാമ്പിനെ കുറിച്ച് അന്വേഷിച്ചു. അതിൽ പങ്കെടുത്തവരെയും ചോദ്യം ചെയ്തു. ജസ്നയുടെ പിതാവിനെയും ആൺ സുഹൃത്തിനെയും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് CBI പറയുന്നത്. കാണാതായ ദിവസം 16 തവണ ജസ്നയെ ഫോണിൽ വിളിച്ച ആൺ സുഹൃത്തിനെ പലവട്ടം ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല. ജസ്ന ട്രെയിനിലും വിമാനത്തിലും യാത്ര ചെയ്തിട്ടില്ല. മുണ്ടക്കയത്ത് നിന്ന് ജസ്ന എങ്ങോട്ട് പോയതായും കണ്ടെത്തിയിട്ടില്ല. വിമാനയാത്ര നടത്തിയതായും കണ്ടെത്താനായിട്ടില്ല. ജസ്ന ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. അതിനിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഒരു തടവുകാരന് ജസ്നയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമെന്ന വെളിപ്പെടുത്തലുണ്ടായെങ്കിലും അത് വ്യാജമാണെന്ന് കണ്ടെത്തി. മുണ്ടക്കയത്തെ നിരീക്ഷണ ക്യാമറയിൽ ജസ്നയുടെ സാദൃശ്യമുള്ള യുവതിയെ കണ്ടെന്ന് പ്രചാരണമുണ്ടെങ്കിലും അത് തെറ്റായിരുന്നു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെടുമായിരുന്നു. മകളെ അപായപ്പെടുത്തിയതാണ്. CBI അന്വേഷണത്തിന് സമാന്തരമായി തങ്ങൾ നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ കോടതി നൽകിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ 19-ന് വെളിപ്പെടുത്തുമെന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.